ഞാനേ ഇന്ന് കുറച്ച് മാങ്ങയായിട്ടേ വന്നേക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ പോയി കുറേ മാങ്ങ പറിച്ചിട്ട് വന്നു. പക്ഷേ ഇത് ബഡ് മാവിലെ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ എന്തോ പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാവോ, കറുത്ത കളറിലായിരിക്കുന്നത് മാങ്ങയെല്ലാം. അപ്പം എനിക്ക് കുറച്ച് മാങ്ങ അച്ചാറിടണം, അടുത്ത് കുറച്ച് മാങ്ങ എന്തോ ചെയ്യണം, ഉണക്കണം. അപ്പം മാങ്ങ ഉണക്കുമ്പോൾ നമുക്ക് തൊലി ചെത്തി കളഞ്ഞിട്ട് ഉണക്കിയാൽ ശരിയാകത്തില്ല, തൊലിയോടെ ഉണക്കണം. പക്ഷേ ഇത് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, ഈ കറുത്ത കളർ. അപ്പം ഞാൻ ഓർത്തു ഇത് ഒരു പുതിയ സ്ക്രബ്ബറൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ ട്രൈ ചെയ്തായിരുന്നു. സ്ക്രബ്ബർ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പാത്രം കഴിയുന്ന പോലെ ഒന്ന് കഴുകി കൊടുത്താൽ മതി കേട്ടോ, തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഈ കറുത്ത നിറത്തിലുള്ള ഇതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇത് അഴുക്കാണോ വേറെ വല്ലതും ആണോ എന്ന് അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇത് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഈ ഒരു കറുത്ത നിറം കളയാനെന്നും കൂടെ പറയണേ. കണ്ടില്ലേ, നമ്മുടെ മാങ്ങയുടെ നിറം നല്ല പോലെ മാറി. ഇവിടെ കണ്ടറിയാം, ഇവിടെ ഞാൻ തേച്ചില്ലായിരുന്നു, അവിടെ നല്ല കറുത്ത കളറിൽ. ബാക്കിയെല്ലാം സാധാരണ നമ്മുടെ മാങ്ങ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഇതെല്ലാം ഇതുപോലെ കഴുകിയിട്ട്, ഇതെല്ലാം അങ്ങനെ ആയിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ വൃത്തികേടായിട്ട് തോന്നുന്നു കേട്ടോ, കറുത്ത കളറിൽ. ഇത് നമുക്ക് തേച്ച് കഴുകി എൻ്റെ സ്ക്രബ്ബർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ചാൽ ഈ അഴുക്കൊക്കെ പോകും. പുതിയ സ്ക്രബ്ബർ എടുക്കണം കേട്ടോ, യൂസ് ചെയ്ത് എടുക്കരുതേ. ഒരു 2-3 മാങ്ങ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമെല്ലാം കരി കഴുകി ഒഴിച്ചതുപോലെ അത്രയ്ക്ക് അഴുക്കുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിനെന്തേലും വേറെ മാർഗം ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.